മണിപ്പൂരിൽ സംഘർഷം രൂക്ഷമാകുന്നു. ജിരിബാമിൽ കുക്കി മെയ്തേയ് വിഭാഗങ്ങൾ തമ്മിലുള്ള വെടിവയ്പിൽ 5 പേർ കൊല്ലപ്പെട്ടു. സംഘർഷബാധിത മേഖലയിൽ കരസേന വ്യോമ നിരീക്ഷണം ശക്തമാക്കി. നോബിൾ മാരിക്കാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ. നോബിൾ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കലുഷിതമാവുകയാണോ മണിപ്പൂർ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സുജയ, ഒരു ഇടവേളയ്ക്ക് ശേഷം മണിപ്പൂരിൽ സംഘർഷങ്ങൾ തുടർക്കഥയാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പുലർച്ചെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ജിരിബാമിലെ ജില്ലയിലാണ് ഇന്നിപ്പോൾ സംഘർഷം ഉണ്ടായത്. രാവിലെ അവിടുത്തെ ഒരു വീട്ടിൽ കയറിക്കൊണ്ട് സായുധ സംഘം ആക്രമണം നടത്തുകയായിരുന്നു. ആ വീട്ടിൽ ഉറങ്ങിക്കിടന്ന ആളെ വധിച്ചു, അയാളുടെ മൃതദേഹം വികൃതമാക്കി എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നു. അതിനു പിന്നാലെയാണ് മേഖലയിൽ വലിയ സംഘർഷവും വെടിവെപ്പും ഉണ്ടായത്. പ്രദേശവാസികളും ഒപ്പം ഈ സായുധ സംഘവും തമ്മിലാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ ഈ ഏറ്റുമുട്ടലിൽ 5 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ പേർ മരിക്കാനുള്ള സാധ്യത, മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയാണ് അവിടെ ഉള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. പ്രധാനമായും മണിപ്പൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടത്തും റോക്കറ്റ്, ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് മരിക്കുകയും അതിനു പിന്നാലെ സമാധാന യോഗങ്ങൾ ഉൾപ്പെടെ ചേരുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും ഫലം കാണുന്നില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്നിപ്പോൾ പലയിടത്തും പോലീസിന്റെയും ഒപ്പം മറ്റ് സൈനിക വിഭാഗത്തിന്റെയും ഭാഗത്തുനിന്ന് തിരച്ചിലൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ചുരാചന്ദ്പൂരിൽ 3 ബങ്കറുകൾ തകർത്തു. കുക്കി വിഭാഗത്തിന്റെ ബങ്കറാണ് തകർത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ മരിച്ചതിൽ കൂടുതലും മെയ്തേയ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും മണിപ്പൂരിൽ കുക്കി മെയ്തേയ് സംഘർഷം വീണ്ടും തുടർക്കഥയാകുന്നു. അത്തരത്തിൽ വീണ്ടും ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ഇപ്പോൾ ഏറെക്കുറെ 1.5 വർഷത്തേക്ക് അടുക്കുകയാണ് ഇത്തരത്തിൽ ഈ ആക്രമണം ആരംഭിച്ചിട്ട്. അത്തരത്തിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. സമാധാന ശ്രമങ്ങൾ, പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ആരംഭിച്ച സമാധാന ശ്രമങ്ങൾ പോകാതെ തകർക്കുന്നതാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. അതാണെങ്കിലും സർക്കാർ ഇപ്പോഴും ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിക്കുകയും ചെയ്യുന്നത്. ഇന്നിപ്പോൾ മണിപ്പൂരിൽ പലയിടത്തും മറ്റു തരത്തിലുള്ള സംഘർഷ സാധ്യതകൾ ഉൾപ്പെടെ മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ സൈന്യത്തെയും ഒപ്പം കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെയൊക്കെ വിന്യസിച്ചുള്ള തീരുമാനമാണ് സർക്കാരിന്റെ ഉൾപ്പെടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. സുജയ, ശരി, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.